ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മാസ് കൺസ്യൂമേഴ്സിനെ നമ്മൾ എത്തിക്കണം. അത് സർവീസ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെറിയൊരു ലാഭം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റിയെല്ലാം പല വീഡിയോയിലും പറഞ്ഞു കഴിഞ്ഞു. പ്രൈസിങ്ങിനെ പറ്റി ആര് പ്രൈസ് നിർണ്ണയിക്കുമെന്ന്. പക്ഷേ മാസ് കൺസ്യൂമേഴ്സാണ്, അവരുടെ കയ്യിലല്ലേ ഈ രാജ്യം നിൽക്കുന്നത്. അവരുടെ വോട്ട് ബാങ്ക് അല്ലേ ഇവിടെ ഇരിക്കുന്ന ആളുകളെ നിർണ്ണയിക്കുന്നത്. ആര് ഭരിക്കണമെന്ന് നിർണ്ണയിക്കുന്നത് പോലും ഇവിടുത്തെ മാസാണ്. സോ ഇവരെ സെർവ് ചെയ്യാനാണ് ഈ മിഡിൽ ക്ലാസ്സും പുവർ ക്ലാസ്സും എന്ന് വിളിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല്. അവർക്ക് സെർവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് വിജയം ലഭിക്കൂ. അവരാണ് മാസ്സായിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കുക. പ്രീമിയം കസ്റ്റമേഴ്സിനെ നമ്മൾ സമീപിക്കാം. അതിൻ്റേതായ പ്രോഡക്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അതിപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 കോടി 4 കോടി രൂപയ്ക്ക് മുകളിൽ പോകുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പ്രീമിയം കസ്റ്റമേഴ്സിന് പോകും. പക്ഷേ അത് വിരലെണ്ണാവുന്ന ബിസിനസ്സുകൾ മാത്രമാണ് പ്രീമിയം കസ്റ്റമേഴ്സ്. ഓട്ടോമൊബൈൽ, അതിൻ്റെ പേര് സെഗ്മെൻറ്റേഷൻ. പക്ഷേ അത് പറഞ്ഞ് ഹുണ്ടായും മാരുതിയും താഴെ കിടക്കുന്നവർക്ക് കാർ കൊടുക്കാതില്ലല്ലോ. അവരും കാർ കൊടുക്കുന്നുണ്ട്. ആ കസ്റ്റമേഴ്സാണ് അവരുടെ നിലനിൽപ്പ്. മാസ് കസ്റ്റമേഴ്സാണ് തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പ്. ഇവിടെ വൻ വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന ഗോദ്റേജും ഹിന്ദുസ്ഥാൻ ലിവറും കെവിൻ കെയറും മെഡിമിക്സും എല്ലാം മാസ് കൺസ്യൂമേഴ്സിൻ്റെ നട്ടെല്ലാണ് അവരെ ഇന്ന് നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ഫൗണ്ടറാണെങ്കിലും ആദ്യം ചിന്തിക്കേണ്ടത് ഒരു മാസ് കൺസ്യൂമേഴ്സിന് നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ എത്തിക്കാം, എങ്ങനെ സർവീസ് എത്തിക്കാം എന്ന് പറഞ്ഞ് ചിന്തിക്കണം. പ്രീമിയം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പ്രോഡക്റ്റ് വേറെയാണ്. അതിന് ആ രീതിയിലുള്ള ഒരു സമീപനം പറഞ്ഞാൽ അതിന് കുറഞ്ഞ ബിസിനസ്സുകളുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. പക്ഷേ കൂടുതൽ ഫൗണ്ടേഴ്സും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എൻ്റെ പ്രോഡക്റ്റ് എല്ലാവരുടെ കൈകളിൽ എങ്ങനെ എത്തിക്കാം, അതാണ് നിങ്ങളുടെ വിജയം. ആ മാസ് കൺസ്യൂമേഴ്സാണ് എല്ലാവർക്കും വിജയം നേടിക്കൊടുക്കുന്നത്. അതുതന്നെയാണ് ചരിത്രം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുറുക്കാൻ കടയിൽ പോലും ഒരു സോപ്പ് വിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അത് മാസ് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലെത്തും. ലാഭം ചെറിയ ലാഭമാണെങ്കിലും അത് പിന്നീടത് നമുക്ക് വൻ ലാഭമായി മാറും. സോ എക്കാരണം കൊണ്ടും പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ പാടില്ല. എല്ലാത്തരം കസ്റ്റമേഴ്സിനും കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് സാധനങ്ങൾ ഉണ്ടാകണം. അതാണ് പ്രൈസ് സെഗ്മെൻറ്റേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ആരും നിങ്ങളുടെ കടയിലോ സർവീസിക്കോ വരുമ്പോൾ അവർക്ക് അതിൻ്റേതായ വിലയ്ക്ക് അനുസരിച്ച് കസ്റ്റമേഴ്സിന് നിങ്ങൾ കൊടുക്കാം. പക്ഷേ എക്കാരണം കൊണ്ടും മാസ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇവിടെ താഴെ കിടക്കുന്ന മിഡിൽ ക്ലാസ്സിനെയും പുവർ ക്ലാസ്സിനെയും ഉപേക്ഷിച്ചു കൊണ്ടൊരു പ്രോഡക്റ്റിന് നിങ്ങൾ മുതിരരുത്. കാരണം അത് നിങ്ങളുടെ വിജയസാധ്യതയ്ക്ക് വളരെ കുറവാണ്. ദയവ് ചെയ്ത് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളും മിഡിൽ ക്ലാസ് എന്ന് വിളിക്കുന്ന ജോലിക്ക് പോയി ശമ്പളം വാങ്ങിയിരിക്കുന്നവരാണ് ഇന്നത്തെ ഇവിടുത്തെ ഇത്തനെയും കമ്പനികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ പറയണേ ഇവിടുത്തെ കൊച്ചു മുറുക്കാൻ കടക്കാരാണ് ഇവിടുത്തെ എക്കോണമി സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ എനിക്ക് സാധിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അതാണ്. ഞാൻ കണ്ട ജീവിതവും അതാണ്. ഈ ചെറിയ മുറുക്കാൻ കടക്കാർ വാങ്ങി വിറ്റാണ് ഇന്നത്തെ ഹിന്ദുസ്ഥാൻ്റെ വെറും ഗോദ്റേജിനെയും വലുതായി. ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പല മേഖലകളിലുള്ള സെയിൽസ്, വ്യത്യസ്തമായ സെയിൽസ് സ്ട്രാറ്റജി ആണെങ്കിൽ പോലും ഈവൻ ഡയറക്റ്റായിട്ട് കൺസ്യൂമർ കൊടുക്കാൻ പോലും കമ്പനികൾ മുതിരുമ്പോൾ പല സ്ഥലത്തും അവർ മറന്നുപോയിരിക്കുന്നു അന്നത്തെ ഈ മുറുക്കാൻ കടക്കാരല്ലേ നമ്മളെ വിജയിപ്പിച്ചേ എന്ന്. അതുകൊണ്ട് ദയവായി മാസ് കൺസ്യൂമേഴ്സിനെ മറന്നുള്ള കച്ചവടം വേണ്ട. അവരാണ് നമ്മുടെ നിലനിൽപ്പ്. താങ്ക് യു.